അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മാതാപിതാക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാരെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരലോകത്തേക്കുള്ള അവൻ്റെ പ്രഥമമായ ഭവനമാകുന്നു ഖബർ. ഒരു വ്യക്തിയുടെ ഖബർ അല്ലാഹു തആല സന്തോഷത്തിലാക്കി കൊടുത്താൽ ആ മരണപ്പെട്ടതായ വ്യക്തിയുടെ പരലോകം മോക്ഷത്തിലായി തീരുമെന്ന് ആദരവായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുന്നുമുണ്ട്, പഠിപ്പിക്കുന്നുമുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് നാം ഒരു സുന്നത്തായ നമസ്കാരത്തിനെ സംബന്ധിച്ചാണ് സംവദിക്കുന്നത്. നാം പറയാൻ പോകുന്ന സുന്നത്തായ നമസ്കാരത്തിന്റെ പേരാണ് സ്വലാത്തുൽ ഉൻസ്. സ്വലാത്തുൽ ഉൻസ്. ഇനി നാം പറയാൻ പോകുന്നതായ ഈ സുന്നത്തായ നമസ്കാരം ഒരു വ്യക്തി, ജീവിച്ചിരിക്കുന്നതായ ഒരു മനുഷ്യൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ, അവൻ്റെ ദിനചര്യയാക്കി ജീവിതത്തിൽ ഒഴിവ് വേളകളിലൊക്കെ അവൻ ഈ നിസ്കാരത്തെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകാന്തമായ ഖബറിനകത്തൊരു നേരം പോക്കാക്കിക്കൊണ്ട് അള്ളാഹു ഈ നിസ്കാരത്തെ അവന് മാറ്റിക്കൊടുക്കുന്നതാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുന്നുണ്ട്, ലാ യഅതി അലൽ മയ്യത്തി, ഒരു മയ്യത്തിന് സംഭവിക്കാനില്ല, വരാനില്ല, അഷദ്ദു മിനൽ ലൈലത്തിൽ ഊല, ഖബറിലെ പ്രഥമമായ രാത്രി, ആദ്യത്തെ രാത്രി പോലെ കഠിനമായ പ്രയാസകരമായിട്ടുള്ള ഒരു രാത്രി മയ്യത്തിന് ഖബറിങ്കൽ വരാനില്ല. ആകയാൽ അവിടുന്ന് പറയുകയാണ്, ഫർഹമൂ ബിസ്സദഖ, നിങ്ങൾ ദാനധർമ്മം ചെയ്തുകൊണ്ട് ആ മയ്യത്തിനോട്, ജീവിച്ചിരിക്കുന്നവരെ കരുണ കാണിക്കൂ. ഒരാൾക്കങ്ങനെ മരണപ്പെട്ടതായ മയ്യത്തിന്റെ പേരിൽ സ്വതക്ക ചെയ്തുകൊണ്ട് ആ മയ്യത്തിന് വേണ്ടി കരുണ കാണിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ മയ്യത്തിന്റെ പേരിൽ 2 റക്അത്ത് നിസ്കരിച്ചെങ്കിലും ആ മയ്യത്തിനോട് നിങ്ങൾ കരുണ കാണിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസാണിത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഖബറിലെ നേരം പോക്കിന് വേണ്ടിയിട്ട് ജീവിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും നിർവഹിക്കേണ്ട സ്വലാത്തുൽ ഉൻസ്, അത് നിർവഹിക്കേണ്ട രൂപമാണ് ഇനി നാം പറയുന്നത്. 2 റക്അത്താണ് പ്രസ്തുതമായ നിസ്കാരത്തെ നാം നിർവഹിക്കേണ്ടത്. നിർവഹിക്കാനുള്ളത് 2 റക്അത്താണ്. എല്ലാ റക്അത്തിലും ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ, തുടർന്ന് ആയത്തുൽ കുർസി, ശേഷം സൂറത്തു തക്കാസുർ, അൽഹാഖുമുത് തക്കാസുർ എന്നതായ സൂറത്ത്, ഇവകൾ ഓരോ പ്രാവശ്യം ഓതി, തുടർന്ന് സൂറത്തുൽ ഇഖ്ലാസ്, കുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസ് 10 പ്രാവശ്യം വീതം ഈ 2 റക്അത്തിലും ഈ പറയപ്പെട്ടതായ രൂപത്തിൽ ഓതി വേണം നിസ്കരിക്കേണ്ടത്. അതായത് ആദ്യത്തെ റക്അത്തിലും രണ്ടാമത്തെ റക്അത്തിലും ഫാത്തിഹ ഓതിയതിന് ശേഷം ആയത്തുൽ കുർസി ഓതുക, തുടർന്ന് അൽഹാഖുമുത് തക്കാസുർ എന്ന സൂറത്തു തക്കാസുർ പാരായണം ചെയ്യുക. ഇതൊക്കെ ഓരോ പ്രാവശ്യമാണ് നിർവഹിക്കേണ്ടത്. തുടർന്ന് സൂറത്തുൽ ഇഖ്ലാസ് ആദ്യത്തെ റക്അത്തിലും രണ്ടാമത്തെ റക്അത്തിലും 10 പ്രാവശ്യം വീതം ഓതി വേണം നിസ്കരിക്കേണ്ടത്. നാം വീട്ടിയ ശേഷം സ്വലാത്തുൽ ഉൻസ് നിർവഹിച്ചതായ വ്യക്തി അള്ളാഹുവിനോട് 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം, അള്ളാഹുവേ, ഞാൻ സ്വലാത്തുൽ ഉൻസ് നിർവഹിച്ചിരിക്കുകയാണ്, ഇന്നാലിന്ന ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് നിർവഹിച്ചിരിക്കുന്നത്. ആകയാൽ ഈ നിസ്കാരത്തിന്റെ പ്രതിഫലം ഇന്നാലിന്ന വ്യക്തിയുടെ മകനായ ഇന്നാലിന്ന വ്യക്തിക്ക് നീ നൽകണമേ എന്ന് അള്ളാഹുവിനോട് മനമുരുകിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും വേണം. ഏകാന്തമായ ഖബറിനുള്ളിലെ നേരം പോക്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിച്ചിരിക്കുന്നതായ വ്യക്തി 2 റക്അത്ത് സ്വലാത്തുൽ ഉൻസ് നിസ്കരിച്ച് തുടർന്ന് ഈ പറയപ്പെടുന്നതായ രീതിയിൽ പ്രാർത്ഥന കൂടി നിർവഹിച്ചു കഴിഞ്ഞാൽ ഫതുഹുൽ അലാമിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ഫയബഅസുല്ലാഹു മിൻ സാഅതിഹി, ഓൺ ദ സ്പോട്ടിൽ തന്നെ, അന്നേരം തന്നെ അല്ലാഹു തആല നിയോഗിക്കുമത്രേ, ഇലാ ഖബ്രിഹി അൽഫ മലക്കിൻ, ഏതൊരു മനുഷ്യന്റെ മോക്ഷം ലക്ഷ്യം വെച്ചുകൊണ്ടാണോ, അവന്റെ ഖബറിന്റെ അകത്തുള്ള നേരം പോക്കിന് വേണ്ടിയിട്ടാണോ നാം ഈ നിസ്കാരം നിർവഹിച്ച് അള്ളാഹുവിനോട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചിരിക്കുന്നത്, ആ വ്യക്തിയുടെ ഖബറിങ്കലേക്ക് അല്ലാഹു തആല 1000 മാലാഖമാരെ നിയോഗിക്കുമത്രേ. മഅകുല്ലി മലക്കിൻ നൂറുൻ വഹദിയത്തുൻ, ആ 1000 മാലാഖമാരിലുമുണ്ട് ഓരോ മലക്കിന്റെ കയ്യിലും പ്രകാശവും ഹദിയയുമുണ്ട്. ഈ 1000 മാലാഖമാരുണ്ടല്ലോ, മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിൽ ഊതുന്നത് വരെ അല്ലാഹു തആല ഈ 1000 മലക്കിനെയും ഈ മരണപ്പെട്ടതായ മനുഷ്യന്റെ വ്യക്തിയുടെ ഖബറിൽ നേരം പോക്കാക്കി അല്ലാഹു തആല
അവർക്കൊരു ടൈം പാസ്സാക്കി അള്ളാഹു നിയോഗിക്കുന്നതാണ്. ഇതിനോടുകൂടെ നാം മനസ്സിലാക്കാനുള്ളത്, സ്വലാത്തുൽ ഉൻസ് നിർവഹിക്കുന്നതായ വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതായ പ്രതിഫലം എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ യഖ്റുജു മിനദ് ദുനിയാ ഹത്താ യറാ മകാനഹു ഫിൽ ജന്ന. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ അവന് ലഭിക്കാൻ പോകുന്ന സ്ഥാനത്തെ ഈ ദുനിയാവിൽ നിന്നും കാണാതെ ഈ നിസ്കാരം നിർവഹിച്ചതായ വ്യക്തി മരണപ്പെടുകയില്ല. നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാര് പറയുകയാണ്, എല്ലാ രാത്രിയിലും ഡെയിലി സ്വലാത്തുൽ ഉൻസ് 2 റക്അത്ത് നിസ്കരിക്കുകയും മരണപ്പെട്ടുപോയ മുഴുവൻ മൗതാക്കൾക്കും വേണ്ടി അതിന്റെ പ്രതിഫലം ഹദിയ ചെയ്തു കൊടുക്കുന്ന, വകവെച്ചു കൊടുക്കുന്ന അതായ മനുഷ്യന് എല്ലാവിധ സന്തോഷങ്ങളും സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും അനുഗ്രഹ സമ്പൂർണമായ ഈ സുന്നത്തായ നിസ്കാരം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിർവഹിക്കാനുള്ള തൗഫീക്ക് ഇത് ശ്രദ്ധിക്കുന്ന മുഴുവൻ സഹോദര സഹോദരിമാർക്കും ഉപ്പമാർക്കും കുടുംബങ്ങൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഈ വിലപ്പെട്ട അറിവുകൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല മുറാദുകളും കബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.